ഹായ്, നഷ്ടപ്പെടുമോ എന്ന പേടി നിങ്ങൾക്കുണ്ടോ? എന്നാൽ ഒന്നറിയുക, നിങ്ങൾക്കാണ് അവരോട് ആത്മാർത്ഥ സ്നേഹമുള്ളത്. സ്നേഹം അഭിനയിക്കുന്നവർക്ക് നഷ്ടപ്പെട്ടാലെന്ത്, നേടിയാലെന്ത്? അവർക്ക് കിട്ടേണ്ടത് നിങ്ങളുടെ ശരീരമാണെങ്കിൽ അത് നേടുന്നതുവരെയുണ്ടാകും അവർ. അതിനുശേഷം ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അവർ സ്വയം ഒഴിവായിപ്പോകും, അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ ഒഴിവാക്കും. കയ്യിലുള്ളതിനേക്കാൾ മികച്ചതെന്ന് കരുതി തേടിപ്പോയതൊന്നും അത്രയും മൂല്യമുള്ളതല്ല എന്നറിഞ്ഞ് തിരിച്ചറിയുന്ന ഒരു ദിനം വരും. പക്ഷേ നിങ്ങൾ അവഗണിച്ച് കടന്നു പോയപ്പോൾ അവർ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ചു, ഒറ്റയ്ക്ക് നടക്കാൻ പഠിച്ചു. അനുഭവങ്ങൾ അവരെ നല്ല നല്ല പാഠങ്ങൾ പഠിപ്പിച്ചു. ഇപ്പോൾ അവർക്ക് നല്ല നല്ല തീരുമാനങ്ങളുണ്ട്. പടിയിറങ്ങേണ്ടിടത്ത് നിന്നും ഇറങ്ങാൻ അവർക്കിപ്പോൾ ഒരു ഊന്നുവടി വേണ്ട എന്നായി. ഇനിയും ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല എന്നവർ മനസ്സിലാക്കി. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ പീസ്ഫുൾ ആകുന്നതിലും നല്ലത് സ്വന്തം അഭിമാനത്തിന് വേണ്ടി പവർഫുൾ ആകുന്നതാണ് എന്നവർ തിരിച്ചറിഞ്ഞു. ഉള്ളിലൊതുക്കി അഭിനയിക്കാതെ ഉള്ളു തുറന്ന് സംസാരിക്കാനും ചിരിക്കാനും അവർ പഠിച്ചു. പരിഗണനയ്ക്ക് വേണ്ടി നിങ്ങളോടവർ യാചിച്ച യാചനയേക്കാൾ തരം താഴ്ന്ന മറ്റൊന്നില്ലെന്നും പടിയിറങ്ങിപ്പോകാൻ ആഗ്രഹിച്ച നിങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് ബെറ്ററെന്നും അവർ മനസ്സിലാക്കി. എല്ലാ നഷ്ടങ്ങളും മനസ്സിലാക്കി തന്ന ഇഷ്ടങ്ങളോടും ദുഃഖങ്ങളോടും എന്നും എപ്പോഴും അവർ നന്ദിയുള്ളവരായി. അവർക്കതിന് കഴിയാറായി. കാരണം അവരുടെ കാഴ്ചകളെ വിശാലമാക്കിയത് നിങ്ങളാണ്. അവരുടെ ലോകത്തെ ഇത്രയും ഹൃദ്യമാക്കിയത് നിങ്ങളാണ്. അവരുടെ മനസ്സിനെ, അവരുടെ കാൽപാദങ്ങളെ എല്ലാം ശക്തിപ്പെടുത്തിയത് നിങ്ങളാണ്. ഇന്ന് അവർ എത്തിപ്പെടേണ്ട എല്ലായിടത്തിനെയും അവർക്ക് പ്രിയപ്പെട്ടതാക്കി മാറ്റിയത് നിങ്ങളുടെ അഭിനയ സ്നേഹമാണ്. അവർക്കറിയാം ആരൊക്കെ ഉണ്ടെന്നും ഇല്ലെന്നും പ്രശ്നപരിഹാരത്തിനായി എന്തൊക്കെ ചെയ്യണമെന്നും അവർ പഠിച്ചു കഴിഞ്ഞു. അതെ, അവർ ജീവിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇന്നലകളുടെ അനുഭവങ്ങൾ അവർക്ക് നാളേക്കുള്ള വഴികാട്ടികളായി മാറിയിരിക്കുന്നു. താങ്ക്സ് യൂണിവേഴ്സ് ബൈ മോട്ടിവേഷൻ മലയാളം.